ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോണിൽ വരുന്ന ഫേക്ക് മെസ്സേജുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോണിൽ വരുന്ന മെസ്സേജിൻ്റെ അവസാനത്തെ ഒരൊറ്റ അക്ഷരം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാങ്കിൽ നിന്നാണോ അതോ തട്ടിപ്പുകാരനാണോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എന്ന് ആ അക്ഷരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിലുണ്ട് ഒളിഞ്ഞിരിക്കുന്ന വലിയ ഒരു സുരക്ഷാ രഹസ്യം. പലർക്കും ഒരുപക്ഷെ ഇത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എങ്കിലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. നമ്മുടെ എല്ലാം ഫോണിൽ വരുന്ന മെസ്സേജുകളുടെ അവസാനം കാണുന്ന അക്ഷരങ്ങൾ വെറുതെ നൽകുന്നതൊന്നുമല്ല. ട്രായ് ആവിഷ്കരിച്ച DLT, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി പ്രകാരം ഓരോ മെസ്സേജും അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തരംതിരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ആദ്യത്തേത് ടി എന്ന് പറയുന്ന അക്ഷരം അഥവാ ട്രാൻസാക്ഷന്. ബാങ്കിങ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള മെസ്സേജുകൾക്കൊക്കെയാണ് ടി എന്ന കോഡ് സാധാരണ നൽകാറുള്ളത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴോ നിക്ഷേപിക്കുമ്പോഴോ വരുന്ന അലേർട്ട് മെസ്സേജുകളിൽ ഈ ഒരു ടി ലെറ്റർ കാണാം. ഇത്തരം മെസ്സേജുകൾക്ക് സമയപരിധിയില്ല. 24 മണിക്കൂറും ഇത് നിങ്ങളുടെ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. ബാങ്ക് മെസ്സേജുകളിൽ ടി എന്ന അക്ഷരം ഇല്ല എങ്കിൽ അതൊരു പക്ഷേ തട്ടിപ്പുകാർ അയച്ച വ്യാജ മെസ്സേജ് ആകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് എസ് എന്ന് പറയുന്ന ലെറ്റർ അഥവാ സർവീസ്. നിങ്ങൾ ഏതെങ്കിലും സേവനം ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടിയായി വരുന്ന മെസ്സേജുകളിൽ എസ് എന്ന് കോഡുള്ള മെസ്സേജുകൾ ഉണ്ടാവും. ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ സർവീസ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന ഒന്ന്, OTP, പാസ്വേഡ് റീസെറ്റ്, ബുക്കിംഗ് കൺഫർമേഷൻ തുടങ്ങിയവയാണത്. രണ്ട് സർവീസ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയും. നിങ്ങൾ മുൻകൂട്ടി അനുവാദം നൽകിയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഷോപ്പിലെ ഒരു പുതിയ കളക്ഷനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞൊരു കാറ്റഗറിയിലാണ്. മൂന്നാമത്തെ ലെറ്റർ ജി ആണ്, അഥവാ ഗവൺമെൻറ് എന്ന് പറയും. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് നൽകുന്ന അറിയിപ്പുകളാണ് ജി എന്ന് പറയുന്ന ടെക്സ്റ്റോട് കൂടിയുള്ള മെസ്സേജുകളിൽ സാധാരണ ഉണ്ടാവാറുള്ളത്. ആധാർ അപ്ഡേഷൻ, ഇലക്ഷൻ്റെ അറിയിപ്പുകൾ, ദുരന്ത നിവാരണ മുന്നറിയിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജി എന്ന ടെക്സ്റ്റോട് കൂടിയുള്ള മെസ്സേജായിട്ട് വരാറുണ്ട്. അവസാനമായിട്ട് പി, പ്രൊമോഷണൽ എന്നാണ് പറയുന്നത്. ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വിഭാഗമാണിത്. ഉൽപ്പന്നങ്ങളുടെയും അതേപോലെ സേവനങ്ങളുടെയും പരസ്യങ്ങൾക്കാണ് പി എന്ന് പറയുന്ന കോഡോട് കൂടിയ മെസ്സേജ് വരുന്നത്. ലോൺ ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിലുകൾ, ഇൻഷുറൻസിൻ്റെ പരസ്യങ്ങൾ തുടങ്ങിയ എല്ലാ മെസ്സേജുകളും ഈ ഒരു സെക്ഷനിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇത്തരം മെസ്സേജുകൾ അയക്കുന്നതിന് ട്രായ് കൃത്യമായിട്ടുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണയായി രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഇതിൻ്റെ സമയപരിധി. നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം മെസ്സേജുകൾ സാധാരണ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുകയുമില്ല. അപ്പോൾ ഈ കോഡുകൾ എങ്ങനെ ഒരു സുരക്ഷാ മുന്നറിയിപ്പായി ഉപയോഗിക്കാമെന്ന് കൂടി ലളിതമായിട്ട് പറഞ്ഞു തരാം. ഓരോ മെസ്സേജിൻ്റെയും ഉള്ളടക്കവും അതിൻ്റെ അവസാനം ഞാൻ ഈ പറഞ്ഞ കോഡുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഫോണിൽ വരുന്ന തട്ടിപ്പുകളെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ആയെന്നോ അല്ലെങ്കിൽ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയെന്നോ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു എന്ന് കരുതുക. പക്ഷേ അതിൻ്റെ അവസാനത്തെ ലെറ്റർ പി ആണെന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഉറപ്പിക്കുക, ഇത് 100% വ്യാജനാണ്. ബാങ്കിങ് ഇടപാടുകൾക്ക് എപ്പോഴും ടി മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ തട്ടിപ്പുകാർ പ്രൊമോഷണൽ റൂട്ടിലൂടെ ഇത്തരം മെസ്സേജുകൾ അയക്കാൻ ശ്രമിക്കാറുണ്ട് എന്നതാണ് എൻ്റെ പ്രശ്നം. മെസ്സേജ് വരുന്നത് 10 അക്ക മൊബൈൽ നമ്പറിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ GTSP എന്നീ അക്ഷരങ്ങൾ ഒരിക്കലും ഉണ്ടാവത്തില്ല. ബാങ്കുകളോ അല്ലെങ്കിൽ പ്രമുഖ കമ്പനികളോ ഒരിക്കലും സാധാരണമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ ഒരിക്കലും അയക്കാറില്ല. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു 6 അക്ക ഹെഡറുകളിൽ വരുന്ന മെസ്സേജ് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ അവസാനം പി ആണോ എന്നൊന്ന് നോക്കുക. ഒരു ലോട്ടറി അടിച്ചെന്നോ അല്ലെങ്കിൽ സമ്മാനം കിട്ടിയെന്നോ ഉള്ള മെസ്സേജിൻ്റെ അവസാനം പി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പരസ്യം മാത്രമാണെന്നും അതിൽ പറയുന്ന വാഗ്ദാനങ്ങൾ അത്രയും വ്യാജമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. പി അഥവാ പ്രൊമോഷണൽ മെസ്സേജുകൾ രാത്രി 9 മണിക്ക് ശേഷവും രാവിലെ 9 മണിക്ക് മുൻപും വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്ര സമയത്ത് വരുന്ന മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായി അയക്കപ്പെടുന്ന സ്പാം മെസ്സേജുകളാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ടി അഥവാ ട്രാൻസാക്ഷണൽ മെസ്സേജുകൾ ഏത് സമയത്ത് വേണമെങ്കിലും വരാൻ സാധ്യതയുമുണ്ട്. അർദ്ധരാത്രിയിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ടി മെസ്സേജ് വന്നാൽ
അതിൽ ഉള്ളടക്കം നിങ്ങൾക്ക് സംശയമുണ്ടാക്കിയാൽ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെടേണ്ടത് നിർബന്ധമാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് ആക്ടിവേറ്റ് ചെയ്തിട്ടും പി എന്ന് അവസാനിക്കുന്ന മെസ്സേജുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹെഡറിനെതിരെ നിങ്ങൾക്ക് 1909 എന്ന നമ്പറിലേക്ക് പരാതി നൽകാം. ഇത് സ്പാം മെസ്സേജുകൾ കുറയ്ക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ബാങ്കുകൾ ഒരിക്കലും +9119 സംതിങ് എന്ന് പറയുന്ന ഒരു 10 അക്ക നമ്പറിൽ നിന്ന് ഔദ്യോഗിക മെസ്സേജുകൾ അയക്കില്ല എന്ന് പറഞ്ഞു. പകരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ഹെഡറിൽ മാത്രമേ അത് വരികയുള്ളൂ. മെസ്സേജിൻ്റെ ഒക്കെ അവസാനം ഏത് അക്ഷരമുണ്ടെങ്കിലും അപരിചിതമായിട്ടുള്ള ലിങ്കുകളിലോ അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ തെറ്റിച്ചെഴുതിയ ബാങ്ക് സൈറ്റുകളോ ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പോകരുത്. ഒരു ബാങ്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ OTP, പിന്ന്, പാസ്വേഡ് ഒന്നും ചോദിക്കാറില്ല. അനാവശ്യമായ പ്രൊമോഷണൽ മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ ഫോണിലെ റിപ്പോർട്ട് സ്പാം ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലൊരു രീതിയാണ്. തട്ടിപ്പുകൾ തിരിച്ചറിയാനും അതേപോലെ പരാതിപ്പെടാനും ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുള്ളതാണ്. അവയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഭാരത സർക്കാരിൻ്റെ സഞ്ചാർ സാത്തി പോർട്ടലിൽ ഒരു പുതിയ ഫീച്ചറുണ്ട്, ചക്ഷു. വ്യാജ മെസ്സേജുകൾ, കോളുകൾ, വാട്സപ്പ് സ്പാമുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ്. സഞ്ചാർ സാത്തി .gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി റിപ്പോർട്ട് സസ്പെക്റ്റഡ് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വന്ന വ്യാജ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്കതിൽ പരാതി നൽകാം. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് നിങ്ങൾ ഇരയായാൽ ഒട്ടും വൈകാതെ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 1930 വിളിക്കാം. പണം നഷ്ടപ്പെട്ട ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിൽ ഈ നമ്പറിൽ വിളിച്ചാൽ തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ടിലുള്ള പണം ഫ്രീസ് ചെയ്യാനും അത് തിരിച്ചു പിടിക്കാനും ഒരുപക്ഷെ സാധിച്ചേക്കും. ഈ ഒരു സമയപരിധി സാധാരണ ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ആക്ഷൻ നിർബന്ധമാണ്. നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് എടുത്തിട്ടുണ്ടെന്നറിയാൻ ടാഫ്കോപ്പ് എന്ന ഒരു പോർട്ടൽ സഹായിക്കും. നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും സിം എടുത്ത് തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. അനാവശ്യമായ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാനും അതിലൂടെ സാധിക്കുകയും ചെയ്യും. അനാവശ്യമായിട്ടുള്ള പ്രൊമോഷണൽ പരസ്യ മെസ്സേജുകൾ ഒഴിവാക്കാൻ ട്രൈ DND ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പരാതികൾ അതിൽ തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഫോണിലെ ഈ ചെറിയ അക്ഷരങ്ങൾ വെറും ഒരു കോഡായിട്ട് മാത്രം കണക്കാക്കാതിരിക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ കാവൽക്കാരനാണത്. ഒരു നിമിഷത്തെ ജാഗ്രത നിങ്ങളെ വലിയ ഒരു തട്ടിപ്പിൽ നിന്ന് തന്നെ ഒരുപക്ഷെ രക്ഷിച്ചേക്കാം. നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ചെറിയ ഫലം അശ്രദ്ധ കൊണ്ട് ആരും കൊണ്ടുപോകാതിരിക്കട്ടെ. ഡിജിറ്റൽ ലോകത്തെ ഈ ഒരു ചെറിയ പാഠം വലിയൊരു സുരക്ഷയായി കണക്കാക്കുക. തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ഫോണിൽ ഇടമില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അറിവ് പങ്കുവയ്ക്കാം, സുരക്ഷ ഉറപ്പാക്കാം. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എപ്പോഴും സുരക്ഷിതരായി തന്നെ ഇരിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗ്യാരേജ്.